ഏപ്രിൽ മാസം ആദ്യ ആഴ്ചയോടുകൂടി തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ വിലയിരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നേ തന്നെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് പോയാലേ ഓരോ മണ്ഡലങ്ങളിലെ അടിത്തട്ടിലേക്ക് ഓരോ വോട്ടർമാരെയും കാണാൻ വേണ്ടി എത്തിച്ചേരാൻ കഴിയൂ എന്ന ബോധ്യം മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട്. അവരെ സംബന്ധിച്ച് ഇത് ജീവൻ മരണ പോരാട്ടമാണ്. 100 സീറ്റ് മൂന്നാം ഭരണം എന്നൊക്കെ ഇടതുമുന്നണി പറയുന്നു, 100 സീറ്റ് എന്ന് ലക്ഷ്യ 100 എന്ന് UDF പറയുന്നു. അക്കൗണ്ട് വീണ്ടും തുറക്കാനും കൂടുതൽ സീറ്റ് പിടിച്ചെടുക്കാനും BJP കൂടി രംഗത്തിറങ്ങുന്നതോടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കളം നമ്മൾ വിചാരിക്കുന്നതിന് മുകളിൽ പോകും, പ്രവചനാതീതമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ജീന, സൈഫ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ LDF-നെ സംബന്ധിച്ചിടത്തോളം മൂന്നാം തവണയും ഭരണം ഉറപ്പിക്കുക എന്നുള്ള ഒരു ശ്രമം തന്നെയായിരിക്കും ഉണ്ടാവുക. ഇതൊരു ജീവൻ മരണ പോരാട്ടമായിരിക്കും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എന്നതിൽ സംശയമില്ല. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ക്രൂഷ്യലായ അല്ലെങ്കിൽ ഏറ്റവും നിർണായകമായ വെല്ലുവിളി നിറഞ്ഞ മണ്ഡലം ഏതൊക്കെയാണ് എന്നാണ് LDF-ന്റെ ഒരു വിലയിരുത്തൽ? 140 മണ്ഡലങ്ങളിൽ വെല്ലുവിളി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും വെല്ലുവിളി ഉണ്ടാകുന്നത് ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലാണല്ലോ. അവിടെയാണ് ജയിച്ചു കയറുക എന്നുള്ള വലിയ ടാസ്ക് നിലനിൽക്കുന്നത്. ത്രികോണ പോരാട്ടം എന്ന് പറയുമ്പോൾ BJPക്ക് ശക്തമായ അടിത്തറയുള്ള സ്ഥലങ്ങൾ, BJP 30,000-ൽ കൂടുതൽ 35,000-40,000 വോട്ട് ഒക്കെ പിടിച്ച സ്ഥലങ്ങൾ, അതാണ് ത്രികോണ പോരാട്ടം നടക്കുന്ന സ്ഥലങ്ങൾ. ഏതാണ്ട് ഒരു 62,000 വോട്ടൊക്കെ പിടിച്ച ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയും. നല്ല ഭൂരിപക്ഷം, സാധാരണ ഒരു നല്ല ഭൂരിപക്ഷത്തിലൊക്കെ ജയിക്കാൻ കഴിയും. അതുകൊണ്ട് BJP A ക്ലാസ് മണ്ഡലങ്ങളെന്ന് വിലയിരുത്തിയിരിക്കുന്ന മണ്ഡലങ്ങളിൽ അവിടെ നിന്ന് മത്സരിക്കുന്ന അവിടുത്തെ ചിത്രമാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കിക്കാണേണ്ട ആ കാര്യം. തിരുവനന്തപുരത്ത് ഏതാണ്ട് 4 or 5 മണ്ഡലങ്ങൾ അങ്ങനെയുണ്ട്. തിരുവനന്തപുരത്ത് കേരള രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്ന മണ്ഡലം അതേതാണ് എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്ത് തെക്കേ അറ്റത്ത് നേമം എന്ന് പറയുന്ന ഒരു മണ്ഡലം ഉണ്ട്. അതായിരിക്കും കേരള രാഷ്ട്രീയം ഏറെ ഉറ്റുനോക്കുന്ന മണ്ഡലം. കാരണം അക്കൗണ്ട് തുറന്നത് അവിടെയാണ് BJP. പിന്നീട് CPM അവിടെ അക്കൗണ്ട് പൂട്ടിക്കുകയാണ് ചെയ്തത്. അതിൽ UDF-ന്റെ പങ്കുണ്ട്. അദ്ദേഹം K. മുരളീധരൻ നല്ല വോട്ട് പിടിച്ചു എന്നുള്ളത് വസ്തുതയാണ്. അങ്ങനെ ആ അക്കൗണ്ട് വീണ്ടും തുറക്കാൻ വേണ്ടി രാജീവ് ചന്ദ്രശേഖരൻ വരികയാണ്. അവിടെ ത്രികോണ പോരാട്ടം നടക്കുമ്പോൾ അവിടെ പൊടി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നീട് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവുണ്ട്, തിരുവനന്തപുരം സെൻട്രൽ ഉണ്ട്, കഴക്കൂട്ടമുണ്ട്. ഇതെല്ലാം വാശിയേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലം തന്നെയാണ്. മഞ്ചേശ്വരത്തേക്ക് പോയാൽ അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന സ്ഥലമാണ്. BJP-യുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന സ്ഥലമാണ്. മധ്യകേരളത്തിലും അങ്ങനെ നല്ല സീറ്റുകൾ, നല്ല മത്സരം കാഴ്ചവെക്കുന്ന സീറ്റുകളുണ്ട്. തൃശ്ശൂരിൽ ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും മികച്ച മത്സരം കാഴ്ചവെക്കുന്ന സീറ്റുകൾ ഉണ്ടായേക്കാം. കാരണം BJP അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥലമാണ്. അങ്ങനെ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളെല്ലാം അത് 3 മുന്നണികളും ഒരേപോലെ തന്നെയാണ് കാണുന്നത്. അവിടെ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ വേണ്ടിയുള്ള നിർദ്ദേശം അവിടുത്തെ പ്രാദേശിക നേതൃത്വങ്ങൾക്ക് ഇതിനോടകം തന്നെ നൽകിയിട്ടുമുണ്ട്. ശരി, ഏതായാലും സ്ഥാനാർത്ഥി ചർച്ചകൾ LDF-ൽ സജീവമായി കഴിയുകയാണ്. ഈ ആഴ്ചകൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്.